ഹേ ഗുയ്സ്, നമ്മൾ പിന്നെയും വന്നിരിക്കുന്നു. നമ്മളിന്ന് പോകുന്നത് പഹൽഗാമിലോട്ടാണ്. പഹൽഗാം ആ ഒരു അറ്റാക്കൊക്കെ നടന്ന ആ ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് വലുതായിട്ടൊന്നും കാണാനില്ല. 2 പ്ലേസസ് ഉണ്ട് കാണാൻ. പിന്നെ വേറൊരു പ്ലേസ് ഉണ്ട്, അവിടെ നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ പർച്ചേസിന് കയറി. ആൽപൈൻ സാഫ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഷോപ്പിലാണ് കയറിയത്. ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ്, സാഫ്രോൺ, ആപ്പിളല്ല, പെർഫ്യൂം, സാഫ്രോൺ കൊണ്ടുള്ള പെർഫ്യൂം അതൊക്കെ കിട്ടും. പിന്നെ വേറെ ഈ മറ്റേ വാൾനട്ട് ചോക്ലേറ്റ് അതൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണിത്. ഖാവ പൊടി, ഖാവ പൗഡർ അതൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. സോ ഫസ്റ്റ് തന്നെ അങ്കിൾ കുറച്ച് ഇൻട്രൊഡക്ഷൻ തന്നു. സാഫ്രോണിനെയൊക്കെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തന്നു. അത് കഴിഞ്ഞിട്ട് സാഫ്രോൺ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. മീൻസ് സാഫ്രോൺ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊന്നും തോന്നില്ല, പിന്നീട് ആകുമ്പോൾ കുറച്ച് ബിറ്ററായിട്ട് തോന്നും. ആ ബിറ്റർ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അത്രയ്ക്ക് ബിറ്ററല്ല, ചെറിയൊരു ബിറ്ററായിരുന്നു. നമ്മുടെ നാക്ക് നമ്മൾ നോക്കിയപ്പോൾ ഒരു യെല്ലോ കളറായിരുന്നു നമ്മുടെ ടങ്ക്. നല്ല മഞ്ഞളിനൊക്കെ ഒരു യെല്ലോ കളറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് കുറച്ച് കൂടുതൽ തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം കുറച്ച് തിന്നു. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തിന്നു. കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനത് മൊത്തം എടുത്ത് വായ്ക്കകത്ത് ഇട്ടു. ഞാൻ നാക്ക് നീട്ടി കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു യെല്ലോ കളർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോയിൽ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് ആ യെല്ലോ ഒരു കളർ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ പർച്ചേസൊക്കെ ചെയ്തായിരുന്നു. നമ്മൾ ആൽമണ്ട്സ് വാങ്ങിച്ചു, വാൾനട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചു, ആൽമണ്ട് ചോക്ലേറ്റ് വാങ്ങിച്ചു. 1 കിലോ സാഫ്രോണിന് 5 lakh സംതിങ് എന്തോണ്, അങ്ങനെ എന്തോണൊക്കെ പറഞ്ഞത്. പക്ഷെ നമ്മളൊരു ചെറിയ ബോട്ടിൽ സാഫ്രോൺ വാങ്ങിച്ചു. സാഫ്രോണിന് നല്ല വിലയുണ്ട്. സംതിങ് എത്ര ആയി നമ്മൾ വാങ്ങിച്ച സാഫ്രോൺ ബോട്ടിൽ. ചെറുതാണ് വാങ്ങിച്ചത്. പിന്നെ സാഫ്രോണിൻ്റെ ലിപ് ബാം തന്നു. സാഫ്രോണിൻ്റെ ഒരു സിറം പോലെ തന്നുണ്ടായിരുന്നു. ഓയിലുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടാണ് തന്നത്, വീഡിയോ എടുക്കണം കണ്ടിട്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് തന്നത്. അതൊക്കെ വാങ്ങിച്ച് ഇതൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമുക്ക് ഖാവ പൗഡർ ഇട്ട് ഖാവ കൊണ്ടുവന്നു. എനിക്ക് പൊതുവേ ഖാവ ഇഷ്ടമല്ല. അന്ന് ആസിഫങ്ങളുടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് തന്നപ്പോഴേ എനിക്ക് ഖാവ ഇഷ്ടപ്പെട്ടില്ല. ഖാവ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് എന്താണെന്നോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മിക്ക ആൾക്കാർക്കും അത് ഇഷ്ടപ്പെടുന്നതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്. പിന്നെ അവിടെ ഖാവ പൗഡറൊക്കെ ഉണ്ടായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഖാവ പൗഡർ നമ്മൾ വാങ്ങിച്ചില്ലല്ലോ എന്ന്. പിന്നെ അത് പിന്നീട് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ഈ ഒരു ആൽപൈൻ സാഫ്രോൺ എന്ന് പറഞ്ഞ ഷോപ്പ് ഹോൾ വേൾഡാണുള്ളത്. എല്ലായിടത്തും ഓൾ വേൾഡ് അവർക്ക് സർവീസുണ്ട്. അത് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിപ്പോൾ ഇനി തീരുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വിളിച്ച് റീസ്റ്റോക്ക് ചെയ്യാം. സാധനം കൈ കിട്ടിയിട്ട് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രം പേ ചെയ്താൽ മതി എന്നാണ് അങ്കിൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതൊക്കെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഖാവ എനിക്ക് വേണ്ടെങ്കിലും ഞാൻ പകുതി കുടിച്ചുള്ളൂ. മൊത്തം കുടിച്ചില്ല, കുറച്ച് കുടിച്ചു. ഞാൻ അമ്മയുടെ തണുപ്പിച്ച് തരാൻ പറഞ്ഞപ്പോൾ അമ്മ തണുപ്പിച്ചും തന്നില്ല. അതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. അതുകൊണ്ടല്ല, എനിക്കത് അല്ലാത്തത് കൊണ്ടും കൂടിയാണ് ഞാൻ കുടിക്കാത്തത്. ഇവിടുത്തെ പെർഫ്യൂമൊക്കെ പ്യുവറായിട്ട് സാഫ്രോണിൽ നിന്നും ഒക്കെ എല്ലാത്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ സാഫ്രോണിൻ്റെ ആ ഒരു മണം നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഈ സാഫ്രോൺ വെച്ചിരിക്കുന്നതിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആ ബോട്ടിലാണ് വാങ്ങിച്ചത്. കാരണം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതെന്തോ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പേര് ഞാൻ മറന്നതിൻ്റെ. പിന്നെ ബ്ലാക്ക് ഹണി ഉണ്ടായിരുന്നു, റെഡ് ഹണി ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ഹണി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പെർഫ്യൂമൊക്കെ സെൻറ്റായിട്ടുമുണ്ട്, മറ്റേ പെർഫ്യൂമായിട്ടുണ്ട്. ചെറുത് സംതിങ് എത്രയാണ്, വലുതും നല്ല റേറ്റുണ്ട്. പക്ഷേ നല്ല മണമായിരുന്നു ഗൈസ്, അടിപൊളി മണമായിരുന്നു. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ഒരു സിറം കയ്യിൽ തേച്ചു. ഈ ഒരു സിറവും ആ ഒരു ഫേസ് ഓയിൽ നമുക്ക് സംതിങ് എന്തോ ഫ്രീ ആയിട്ട് എന്തോ തന്നു. ഈ ഒരു സിറം എന്ന് വെച്ചാൽ നമ്മളെ ഈ ബ്ലാക്ക് സ്പോട്ട്സ് അതൊക്കെ മാറ്റാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ആ ഒരു ഓയിലെന്ന് വെച്ചാൽ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതാണ് ലിപ് ബാമാണ്. ലിപ് ബാം ചുണ്ട് നല്ല സിൽക്കി നല്ല സ്മൂത്തായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. സോപ്പുണ്ട്, മോയ്സ്ചറൈസറുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ഒരു സെൻറ്റാണ്, ഇത് സെൻറ്റിനെക്കാട്ടിയും നല്ല മണമായിരുന്നു അവരുടെ പെർഫ്യൂം. ഇത് ഡ്രൈ ഫ്രൂട്ട്സാണ്, വാൾനട്ട്, ബദാം, ക്രാൻബെറി,
ബ്ലൂബെറി, പിന്നെ ബ്ലാക്ക്ബെറി, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഇത് ചോക്കോ വാൾനട്ട് റോക്സ് ആണ്. ചോക്കോ വാൾനട്ട് റോക്സിനെ കാട്ടിയും എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് ആൽമണ്ട് റോക്സ് ആണ്. പിന്നെ അത് റോസ്റ്റഡ് വാൾനട്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു പെർഫ്യൂം തന്നു. നല്ല മണമായിരുന്നു ഗൈസ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ തിന്നുകൊണ്ട് പോകുന്നത് ആൽമണ്ട് റോക്സ് ആണ്, മീൻസ് ചോക്കോ ആൽമണ്ട് റോക്സ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വാൾനട്ട് വാങ്ങിച്ചില്ല, കാരണം വാൾനട്ട് നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ആർക്കും ഇഷ്ടമല്ല. ഇതാണ് ആൽപൈൻ സാഫ്രോണിൻ്റെ ഒരു ഇത്. ഇവരെ നിങ്ങളെ വിളിച്ച് പറഞ്ഞാൽ ഇവർ നിങ്ങൾക്ക് എവിടെയെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് എത്തിച്ച് തരും. പിന്നെ നമ്മൾ പെഹൽഗാമിലോട്ട് പോയി. പെഹൽഗാം ഞാൻ കേട്ടിട്ടുള്ളത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ്. സോ മിനി സ്വിറ്റ്സർലാൻഡ് പോലെ ആയിരുന്നു, പക്ഷേ നമ്മൾ പോയപ്പോൾ മിനി സ്വിറ്റ്സർലാൻഡ് മാറി അത് ഒരു മഴ സ്വിറ്റ്സർലാൻഡായിപ്പോയി, റെയിൻ സ്വിറ്റ്സർലാൻഡായിപ്പോയി. നമ്മൾ വിചാരിച്ചില്ല റെയിൻ വരുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോൾ ചെറിയൊരു റെയിൻ ഉണ്ടായിരുന്നു. പിന്നെ അത് 5 മിനിറ്റ്സിൽ ചേഞ്ച് ആവും. പിന്നെ നമ്മൾ ഈ ആൽപൈൻ സാഫ്രോണിലൊക്കെ കയറിയപ്പോൾ നല്ല വെയിലായിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ചു മഴയൊന്നും പെയ്യത്തില്ല എന്ന് പറഞ്ഞ് നാക്കെടുത്തകത്തിട്ടതേ ഉള്ളൂ. അതിനിടയ്ക്ക് മഴയും പെയ്തു, മൊത്തം ചെളിയായി, കുളമായി, എല്ലാം മൊത്തത്തിൽ കുളമായിപ്പോയി. പിന്നെ ഇത് കിടന്നിട്ട് ഞാൻ കാണിക്കുന്ന ഗോഷ്ഠികളാണ്. നല്ല രസമില്ലേ എൻ്റെ ഗോഷ്ഠികൾ കാണാൻ. പിന്നെ നമ്മൾ കാറിനകത്ത് കുറച്ച് നേരം ഇരുന്നു, കാരണം ശ്രീനഗർ ടു പഹൽഗാം 3 to 4 hours എന്തോ ട്രാവലിംഗ് ഉണ്ട്. 2 to 3 hours 3 to 4 hours എന്തോ ട്രാവലിംഗ് ഉണ്ട്. അങ്ങനെ ഞാനൊന്ന് ഉറങ്ങി വരും, അപ്പോഴത്തേക്കും അടുത്ത ഒരു സ്ഥലമെത്തും. പിന്നെ ഉറങ്ങി വരും, അപ്പോഴത്തേക്കും വേറെ സ്ഥലമെത്തും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ആൽപൈൻ സാഫ്രോണിൽ കയറി, പിന്നെ ഒരു ബാറ്റ് ഷോപ്പിൽ കയറി, ബാറ്റ് ഉണ്ടാക്കുന്ന ഷോപ്പിൽ കയറി, പിന്നെ ആപ്പിൾ വാലിയിൽ കയറി. അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ വയ്യായിരുന്നു, അങ്ങനെ ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് കുറേ ഗോഷ്ഠികൾ കാണിക്കുന്നു. ഞാൻ കിടക്കുന്ന സ്ഥലമാണിത്. ഇന്ന് നമുക്ക് കിടക്കാനൊരു സുഖമില്ലായിരുന്നു ഗൈസ്, കാരണം 4 പേരുണ്ടായിരുന്നു, ആങ്കിളും കൂടെ ഉണ്ടായിരുന്നുള്ളൊരു സുഖമില്ലായിരുന്നു കിടക്കാൻ. അങ്ങനെ നമ്മൾ പോവാണ്. ഞാൻ പറ്റുമെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് വാട്ട് ഐ ബോട്ട് ഫ്രം ശ്രീനഗർ, കാശ്മീർ, ലഡാക്ക് ഇതൊക്കെ ഞാൻ പറ്റുമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. വാട്ട് ഐ ബോട്ട് ഫ്രം ദാറ്റ് പ്ലേസസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ. പിന്നെ ഇതാണ് ഒരു വ്യൂ. ഇതെൻ്റെ അമ്മ എടുക്കുന്നതുകൊണ്ടാണ് ഗൈസ് കൈയൊക്കെ വെച്ചിട്ട് എടുക്കുന്നത്. നല്ല വ്യൂ ആണ് ഗൈസ്, നല്ല അടിപൊളി വ്യൂ ആണ്. ഇത് വാൾനട്ട് ട്രീ ആണ്. ഈ റിവർ നല്ല ഫ്ലോയിൽ വരുന്നപ്പം നമ്മൾ അങ്കിളിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് മഴ നന്നായിട്ട് പെയ്യുന്നതുകൊണ്ടാണ് ഇത്ര ഫോഴ്സിന് വെള്ളം വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ എങ്ങോട്ടാ പോകുമ്പോഴാണ് മറ്റേ അമർനാഥ് ജി യാത്ര വരുന്നത്, ആ ഒരു റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഈ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ഇതാണ് പഹൽഗാം ദേവ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ വാട്ടറൊക്കെ സേവ് ചെയ്യുന്നുണ്ട്, നല്ല രസമാണ് ഗൈസ്. ഇവിടെ ശരിക്കും ക്യാമറയെ കാണുന്നതിനെക്കാട്ടി നേരിട്ട് കാണാൻ പഹൽഗാം കൊള്ളായിരുന്നു. മീൻസ് നമ്മൾ 2 സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓറ വാലിയും ബീതാബ് വാലിയാണ്. അവിടെ ഓറ വാലി നോർമൽ ജസ്റ്റ് നല്ലതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ബീതാബ് വാലി അടിപൊളിയായിരുന്നു. നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല, മീൻസ് ഇറങ്ങി പക്ഷെ കാണാനൊന്നും നേരെ പറ്റിയില്ല ഗൈസ്. മഴയെന്ന് വെച്ചാൽ ഒടുക്കത്തെ മഴയായിരുന്നു. നമ്മൾ കാറിൽ കയറിയതും മഴയും മാറി വെയിലും വന്നു. എന്ത് ചെയ്യാം ഗൈസ്, അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഔറ വാലിയിലൊക്കെ എത്തി. ഔറ വാലിയിൽ എത്താനും കുറേ സമയമുണ്ട്, പക്ഷെ ഞാനിത് വീട്ടെടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എത്തി. ഇത് മറ്റേ അമർനാഥ് ജി യാത്രയ്ക്ക് പോകുന്ന ആ ഒരു റോഡാണ്, യാത്രീസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു റോഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഔറ വാലിയിൽ എത്തി. ഔറ വാലിയിൽ മഴയൊക്കെ പെയ്തുകൊണ്ട് ഭയങ്കര വൃത്തികേടൊക്കെ ആയിരുന്നു ഗൈസ്. മീൻസ് ഒട്ടും വൃത്തിയൊന്നും ഇല്ലായിരുന്നു, മൊത്തം അഴുക്കൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് ഔറ വാലിയിൽ ബാക്ക് സൈഡുണ്ട്, അവിടെ പോകണമെങ്കിൽ പോണി എടുക്കണം, ഘുഡ്സവാരി ഘോട എടുക്കണം, ഹോഴ്സ് റൈഡിങ് ചെയ്യണം. ഹോഴ്സ് റൈഡിങ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ എടുത്തില്ല. അത് കഴിഞ്ഞ് നമ്മളൊരു നല്ലൊരു വ്യൂ പോയിൻ്റ് കണ്ടു, അവിടെ നമ്മൾ നിർത്തി. അവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, ഇടിയൊക്കെ വെട്ടി ഗൈസ്. എനിക്ക് ഇടിയൊക്കെ ഭയങ്കര പേടിയാണ്. അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ചായ കുടിക്കാനെത്തിയപ്പോൾ അവിടെയും മഴ ഗൈസ്. നമ്മൾ ഇറങ്ങിയപ്പോൾ മഴ. അങ്ങനെ ഞാനൊരു ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തു. ഹോട്ട് ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ഞാനത് ഓർഡർ ചെയ്തു, എനിക്കത് ഇഷ്ടപ്പെട്ടു.
പിന്നെ നമ്മുടെ റൂം ടൂറാണ്. റെഡ് ബ്രിക്സിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ജവഹർ നഗറിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. റെഡ് ബ്രിക്സിലാണ് നമ്മുടെ ഹോട്ടലെന്ന് പറഞ്ഞാൽ റെഡ് ബ്രിക്സ്. റൂം നമ്പർ 101 ഫസ്റ്റ് ഫ്ലോറാണ്. ഇത് നമ്മുടെ റൂം ടൂറാണ്. നമ്മൾ തുണിയൊക്കെ മടക്കുകയാണ്. ഇത് നമുക്കൊരു ചെറിയൊരു ലിവിങ് ഏരിയ പോലെ. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. ഒരു TV ഉണ്ട്, ഒരു ബെഡുണ്ട്, പിന്നെ ഒരു വാർഡ്രോബ് ഉണ്ട്. പിന്നെ ആ ഒരു സെറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഗൈസ് കുറേ ഉണ്ട് ഈ വീഡിയോ. ആ സെറ്റി എന്ന് വെച്ചാൽ നമുക്ക് ബെഡായിട്ട് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണത്. അങ്ങനെ നമ്മൾ ഈ ബെഡിൻ്റെയൊക്കെ വ്യൂ കണ്ടിട്ട് നമുക്കിനി നേരെ ടോയ്ലറ്റ് മീൻസ് വാഷ്റൂമിലേക്ക് പോവാം. ഇത് ടോയ്ലറ്റാണ്, അത് ബക്കറ്റാണ്, വാഷ് ബേസ് അതൊക്കെയുണ്ട്. പിന്നെ ഇതെൻ്റെ ഒരു കോമാളിത്തരമായിട്ടുള്ള വീഡിയോസാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമ്മൾ നേരെ 0th ഫ്ലോറിൽ പോവാണ്, ഗ്രൗണ്ട് ഫ്ലോറിൽ പോവാണ്. ഫസ്റ്റ് ഫ്ലോറിൽ മിക്കവാറും നമുക്ക് റൂം കിട്ടുന്നത് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലാണ്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ 3rd ഫ്ലോറിലൊക്കെ കിട്ടും. പിന്നെ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ഉണ്ടായിരുന്നു ഗൈസ്, കടായി ചിക്കൻ. പിന്നെ കശ്മീരി ഹൽവ, മീൻസ് കേസരി, അത് മട്ടർ പനീർ, പിന്നെ ഡാല്, അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. വെജ് പുലാവ് മീൻസ് കശ്മീരി വെജ് പുലാവ് അതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വെജ് പുലാവ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ റൊട്ടി പറഞ്ഞു. റൊട്ടിയും മട്ടർ പനീറും കടായി ചിക്കനുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കടായി ചിക്കൻ ചിലർക്ക് ഞാൻ പറയുമ്പോൾ കടായി കിച്ചൺ ആയിപ്പോകും ഗൈസ്. ഇങ്ങനെ കടായി ചിക്കനൊക്കെ പറഞ്ഞു. എനിക്ക് പനീർ അത്രയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് മട്ടർ പനീർ ഇഷ്ടപ്പെട്ടില്ല. മീൻസ് അമ്മ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ എടുത്തത്, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കടായി ചിക്കൻ കഴിച്ചു. കടായി ചിക്കൻ എനിക്ക് ഇഷ്ടപ്പെടും, കാരണം ചിക്കൻ ആയതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെടും. സോ ഇനി നമുക്ക് ലഡാക്ക് വീഡിയോ ആയിട്ട് കണ്ടാലോ. ടാറ്റാ.